നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബ്ലോഗിംഗ് സൈറ്റായ എക്സിൽ ഏറ്റവും അധികം ജനപിന്തുണയുള്ള ആഗോള നേതാവെന്ന നേട്ടം സ്വന്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏറ്റവും അധികം എക്സ് യൂസേഴ്സ് ഫോളോ ചെയ്യുന്ന ആഗോള നേതാവെന്ന ഖ്യാതിയാണ് മോദി സ്വന്തമാക്കിയത്. ഇതോടെ എക്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുടരുന്നത് 100 മില്യൺ ഫോളോവേഴ്സാണ്. US പ്രസിഡന്റ് ജോർജ് ബൈഡനേക്കാളും 38.1 മില്യൺ അധികം, ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിനേക്കാളും 11.2 മില്യൺ അധികവും, ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കാളും 18.5 മില്യൺ അധികവും. ഇതോടെ ബഹുദൂരം മുന്നിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2009 മോദി എക്സ് അക്കൗണ്ട് എടുത്തത്. 188.7 ദശലക്ഷം ഫോളോവേഴ്സ് ഉള്ള എലോൺ മസ്ക് ആണ് പട്ടികയിൽ ഒന്നാമത്. എക്സിൽ 100 ദശലക്ഷം. ഈ ഊർജ്ജസ്വലമായ മാധ്യമത്തിൽ ഉണ്ടായിരിക്കുന്നതിലും ചർച്ചകൾ, സംവാദങ്ങൾ, ഉൾക്കാഴ്ചകൾ, ജനങ്ങളുടെ അനുഗ്രഹങ്ങൾ, ക്രിയാത്മകമായ വിമർശനങ്ങൾ എന്നിവയും മറ്റും വിലമതിക്കുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. ഭാവിയിലും ഒരുപോലെ ഇടപഴകുന്ന ഒരു സമയത്തിനായി കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചു. ഇന്ത്യൻ നേതാക്കളെ ഫോളോ ചെയ്യുന്നവരുടെ കണക്ക് പരിശോധിച്ചാൽ രാജ്യത്തെ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള രാഷ്ട്രീയക്കാരനും മോദിയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് 26.4 മില്യണും ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിന് 27.5 മില്യണുമാണ് ഫോളോവേഴ്സ്. വിരാട് കോഹ്ലിക്ക് 64.1 ദശലക്ഷം, ബ്രസീലിയൻ ഫുട്ബോൾ താരം നെയ്മർ ജൂനിയർ 63.6 ദശലക്ഷം, അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം ലെബ്രോൺ ജെയിംസിന് 52.9 ദശലക്ഷം എന്നിവരുൾപ്പെടെയുള്ള ചില സജീവ ആഗോള അത്ലറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രധാനമന്ത്രി മോദിക്ക് കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട്. ടെയ്ലർ സ്വിഫ്റ്റ് 95.3 ദശലക്ഷം, ലേഡി ഗാഗ 83.1 ദശലക്ഷം, കിം കർദർഷിയാൻ 75.2 ദശലക്ഷം തുടങ്ങിയ സെലിബ്രിറ്റികളെക്കാൾ മുന്നിലാണ് അദ്ദേഹം. മോദിയുടെ ഈ നേട്ടം ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്നും അദ്ദേഹത്തിന്റെ വളർച്ചയുടെയും ജനപിന്തുണയുടെയും തെളിവ് കൂടിയാണെന്നും നദ്ദ പറഞ്ഞു. ഈ നേട്ടം കൈവരിച്ച ആദ്യത്തെ ആഗോള നേതാവാണ് മോദിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എക്സിൽ 100 മില്യൺ ഫോളോവേഴ്സ് എന്ന അപൂർവ നാഴികക്കല്ലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നിട്ടിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ വളർച്ചയുടെയും ജനപിന്തുണയുടെയും അംഗീകാരമാണ്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ആഗോള നേതാവാണ് മോദി. അദ്ദേഹത്തിന്റെ ചലനാത്മകമായ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യക്ക് ലോകവേദികളിൽ സ്വീകാര്യത ലഭിച്ചു. സമ്പൽ സമൃദ്ധിയുടെയും പ്രത്യാശയുടെയും ഭാവിയിലേക്കുള്ള പ്രകാശമായി മാറാൻ ഭാരതത്തിന് കഴിഞ്ഞു. നദ്ദ എക്സിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.